സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ടു അക്കൗണ്ടുകളെ തിരിച്ചറിയാമെന്ന് പറഞ്ഞ് ഞാൻ ഇട്ടില്ലായിരുന്നു. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്, പർച്ചേസ് ഗുഡ്സ് ബൈ ചെക്ക്, വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്, ഇങ്ങനെ കുറച്ച് ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിട്ടില്ലായിരുന്നോ? എല്ലാവരുടെയും കയ്യിലുണ്ടോ അത്? ഞാനിപ്പം ഗ്രൂപ്പിലിടാല്ലെങ്കിൽ ഫോണില് വർക്കായിട്ട് തന്നാണോ അതോ ക്ലാസ്സിൽ അന്നൊരു വർക്ക് തന്നിരുന്നില്ല, ഒരു HI വരെ? അതെ അതെ, ചെയ്ത ഉടനെ വരാൻ പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാനിപ്പോ ഇടാം. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ഒരു A തൊട്ട് G വരെയുള്ള ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരെണ്ണം പറഞ്ഞു തരാം. നിങ്ങൾക്കിതിപ്പോൾ എത്രത്തോളം ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ക്ലാസ് എടുത്ത് തരാം. എന്നാലും നിങ്ങൾ മാക്സിമം അത് ശ്രമിക്കുക. ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും കണ്ടോ? ഗ്രൂപ്പിൽ കിട്ടിയോ? ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടില്ല. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. മറന്നുപോയി. വന്നോ? ഓക്കെ. ഓക്കെ, അപ്പം നോക്കിയേ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. പ്രത്യേകിച്ച് ഈ ജേണലൈസേഷനൊന്നും അറിയാത്ത ആൾക്കാർ, അതിൻ്റെ ബേസിക് ഇല്ലാത്ത ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കണം. ഉഴപ്പ് വിചാരിക്കരുത്. ഇനി നമുക്ക് ജീവിതത്തിൽ ഒരു അവസരം കിട്ടില്ല ഇതൊന്നും പഠിക്കാനൊന്നും. ഇനി നമുക്ക് ജോലി എന്നുള്ളതേ ഉള്ളൂ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഞാൻ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ഇതിനകത്ത് വരുന്ന 2 അക്കൗണ്ടുകൾ ഏതൊക്കെയായിരിക്കും? ആരാ പറയുന്നേ? ക്യാഷും ക്യാപിറ്റലും അല്ലേ? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആണ്. അതായത് ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നതാണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. ആ ക്യാപിറ്റൽ കൊണ്ടുവന്നത് ക്യാഷ് ആയിട്ടാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷനകത്ത് വരുന്ന 2 അക്കൗണ്ടുകൾ ക്യാപിറ്റലും ക്യാഷും ആണ്. ഇനി ക്യാഷ് അസറ്റ് അല്ലേ? ആണല്ലോ. അതെ. അപ്പൊ ക്യാഷ് ഇവിടെ നിങ്ങൾക്ക് ഗോൾഡൻ റൂൾ വെച്ചും ചിന്തിക്കാം, മോഡേൺ റൂളും വെച്ചും ചിന്തിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഗോൾഡൻ റൂൾ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ക്യാഷ് റിയൽ അക്കൗണ്ട് ആണ് അല്ലേ? ക്യാഷ് ഒരു അസറ്റ് ആണ്. അസറ്റ് ഏത് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിയൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂള് വരുന്ന അസറ്റുകളെ ഡെബിറ്റ് ചെയ്യുക, പോകുന്ന അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് അല്ലേ? അപ്പം നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കുന്നത്. ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ബിസിനസ്സിൻ്റെ ക്യാഷ് വന്നേതോ പോയതോ? വന്നേത് അല്ലേ? അയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നല്ലേ പൈസ. പോകുന്നത് എങ്ങനെയാ? അയാൾ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്നു. അപ്പം ബിസിനസ്സിൻ്റെ ക്യാഷ് ഇൻ ഹാൻഡ് കൂടി. അപ്പം വരുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം എന്നല്ലേ? അതെ. അപ്പൊ ക്യാഷ് ഇവിടെ വന്നു. അപ്പൊ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ഇതിന്റെ ജേണലൈസേഷൻ വരുന്നത്. ഇനി ഒരു ഡെബിറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ 2 അക്കൗണ്ടുകളിൽ ഒരെണ്ണം ഡെബിറ്റ് ആണെങ്കിൽ ഒരെണ്ണം ക്രെഡിറ്റ് ആയിരിക്കുമല്ലോ. ആണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ കേസിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നുള്ള കേസിൽ ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നേത്, അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു എങ്കിൽ ക്യാപിറ്റലിനെ ഉറപ്പായിട്ടും ക്രെഡിറ്റ് ആയിരിക്കും ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ക്യാപിറ്റലിനെ എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നതിനെ വിളിക്കുന്നതാണ്.
അത് കൂടുമ്പോ ക്രെഡിറ്റ് അല്ല ഞാനൊരു കാര്യം ചോദിക്കാം. നിങ്ങൾ ഇവിടെ അല്ല അതെ ലയബിലിറ്റി ആണ്, അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിന് മുന്നേ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ ഇവിടെ 3 അക്കൗണ്ടുകൾ പറഞ്ഞു. ഗോൾഡൻ റൂളിൽ 3 അക്കൗണ്ടുകൾ നമ്മൾ പറഞ്ഞു. നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു അല്ലേ? നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസും ഇൻകോ ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഓക്കെ. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പേര് വരുന്ന അക്കൗണ്ടുകളാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു. അതും ഓക്കെ. പക്ഷെ ഇതിനകത്ത് നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ലൈബിലിറ്റി എവിടെയെങ്കിലും പറഞ്ഞു ഇവിടെ? ലൈബിലിറ്റി എവിടെയെങ്കിലും പറഞ്ഞോ അവിടെ? ഇല്ല. അപ്പൊ ലൈബിലിറ്റി എന്ത് ചെയ്യേ? ലൈബിലിറ്റിക്ക് പ്രത്യേകിച്ച് റൂളൊന്നും ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരൊക്കെ എന്ത് ചെയ്യേ? പ്രസന്റാ? എന്തുവാ പ്രസന്റ്? അല്ല കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ എന്തെന്ന് ചോദിച്ചു, ഞാൻ പ്രസന്റ് പറഞ്ഞു. ഓ പ്രസന്റ് ടീച്ചർ പറഞ്ഞതാണോ? ആ പ്രസന്റ് ടീച്ചർ പറഞ്ഞ വിഘ്നേഷ് തന്നെ പറഞ്ഞു. ക്യാപിറ്റൽ സോറി ലൈബിലിറ്റി എന്ത് ചെയ്യേ? ലൈബിലിറ്റിനെ കുറിച്ച് ഒരു റൂളും പറയുന്നില്ലല്ലോ ഇവിടെ. ലൈബിലിറ്റി ഉണ്ടാവൂലായിരിക്കും. ഉണ്ടാവൂലല്ലേ? കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. എന്റെ കയ്യിലെങ്ങാനും കിട്ടിയ ഞാൻ ശരിയാക്കും. ബാലൻസ് ഷീറ്റിൽ ബാലൻസ് ഷീറ്റ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ലൈബിലിറ്റി എഴുതി ടാലി ആക്കുന്ന ആൾക്കാരാ. പറഞ്ഞോ. പേഴ്സണൽ അക്കൗണ്ടിലെ ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ടില്ലേ, അത് ലൈബിലിറ്റി അല്ലേ? ഇതാരോ ചോദിച്ചേ? ആ യെസ്. ഒരെണ്ണത്തിനെങ്കിലും ബോധമുണ്ടല്ലോ. അതായത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈബിലിറ്റി ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ലൈബിലിറ്റി ആവുന്നത്? ബിസിനസ്മാൻ ബിസിനസ്സിന് കൊടുത്ത പൈസയാണ് അല്ലേ? എന്നായാലും അത് റീഫണ്ട് മ്യൂട്ട് ചെയ്തു എല്ലാവരും. എന്നായാലും അത് റീഫണ്ട് ചെയ്യേണ്ടതാണ്. സോ ക്യാപിറ്റൽ ഈസ് എ ലൈബിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഈ പാർട്ട്ണർഷിപ്പ് ഒക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ. ഈ കൊണ്ടുവന്ന ആളുടെ പേരിലല്ലേ ഈ ഫണ്ട് എഴുതി വെക്കുന്നത്? ക്യാപിറ്റൽ എന്നല്ല നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നത്, നമ്മൾ അയാളുടെ പേരിലാണ് പറയുന്നത്. സോ അതൊരു പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അല്ലേ? പിന്നെ ഇപ്പൊ പറഞ്ഞ ക്രെഡിറ്റർ, ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സപ്ലയർ അല്ലേ? ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ ഓർമ്മയുണ്ടോ? അതായത് നമ്മള് പൈസ കൊടുക്കാനുള്ള ആൾക്കാര്, നമ്മൾ കടത്തിന് സാധനങ്ങൾ മേടിച്ചിരിക്കുന്ന ആൾക്കാര്, നമ്മുടെ സപ്ലയേഴ്സ്. നമുക്ക് ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടാവും. ഇവരെയൊക്കെ ക്രെഡിറ്റർ എന്നും പറഞ്ഞ് മൊത്തത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആർക്കാ എത്ര കൊടുക്കാനുള്ളതെന്ന് നമുക്കറിയോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെയൊക്കെ പേര് എഴുതിയിട്ടാണ് എഴുതി വെക്കുന്നത്. രാജുവിന് ഇത്ര, വിഘ്നേഷിന് ഇത്ര, ഗൗതമിന് ഇത്ര, ഇങ്ങനെയാണ് എഴുതി വെക്കുന്നത് അല്ലേ? അപ്പോൾ പേരാണ് അവിടെയും വന്നത്. സോ അതും പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂളിലേക്കാണ് പോകുന്നത്. അപ്പൊ ലൈബിലിറ്റി എന്നുള്ള ഒരു ഹെഡ് പ്രത്യേക റൂള് വരാത്ത, അത് വരുന്നത് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂളിലാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഡെപ്റ്റർ, ഡെപ്റ്റർ എന്ന് പറഞ്ഞ ആരാ? നമ്മൾക്ക് പൈസ തരാനുള്ള ആള് അല്ലെ? നമ്മുടെ കസ്റ്റമർ ആണ്. ഈ കസ്റ്റമർ അപ്പൊ നമുക്ക് അസറ്റ് ആണോ? അത് അപ്പൊ റിയൽ അക്കൗണ്ടിന്റെ റൂൾ ആണോ അവിടെ ആപ്ലിക്കബിൾ ആകുന്നത്? അത് അസറ്റ് ആവുമ്പോ റിയൽ അക്കൗണ്ട് ആണ്. എന്നാൽ അല്ല, ഡെപ്റ്റർ ഒരു അസറ്റ് ആയിരിക്കും. പക്ഷെ ഡെപ്റ്ററിന്റെ ടോട്ടലായിട്ട് അവരെ വിളിക്കുന്നതാണ് ഡെപ്റ്റർ എന്ന്. അവരുടെ നമ്മൾ അക്കൗണ്ട്സിൽ എഴുതി വെക്കുമ്പോൾ അവരുടെ ഇൻഡിവിജ്വൽ പേരാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ അവിടെ ആപ്ലിക്കബിൾ ആവുന്നത് പേഴ്സണൽ റൂളാണ്, പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂളാണ് അവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. ക്ലിയർ ആയോ? അപ്പോ എക്സ്പെൻസ് നമുക്ക് 4 കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഒരു അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ
എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ, അസറ്റ് ആണോ, ലൈബിലിറ്റി ആണോ, ഈ 4 കേസാണല്ലോ വരുന്നത്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് എക്സ്പെൻസ് ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് വരും, റിയൽ അക്കൗണ്ട് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട്, പേഴ്സണൽ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലിൻ്റെ പേരോ ബിസിനസ്സിൻ്റെ പേരോ ഒക്കെ ചേർത്ത് വരുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട്. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആണ്. അതിൽ 2 അക്കൗണ്ടുകൾ വരും, ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. വരുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക, പോകുന്ന അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ വരുന്നതായതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റൽ ലൈബിലിറ്റി ആണ്. പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്താ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ അല്ലേ? ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബിസിനസ് തുടങ്ങി, ഞാൻ കുറച്ച് ക്യാഷ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പം നിങ്ങൾ അവിടുത്തെ അക്കൗണ്ടൻ്റ് ആണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾ എഴുതി വെക്കുകയാണ് ജയലക്ഷ്മി ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ആസ് ക്യാഷ് എന്നോ ബൈ ക്യാഷ് എന്നോ എന്ത് വേണമെങ്കിലും. അപ്പം നിങ്ങൾ അവിടെ എഴുതി വെക്കുകയാണ് ക്യാഷ് അക്കൗണ്ടും ആരാ കൊണ്ടുവന്നതെന്ന് മെൻഷൻ ചെയ്യും. ഇപ്പം ഞാനും നമ്മുടെ നോബിൾ സാറോടെ പാർട്ണറായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഞാൻ ആ ബിസിനസ്സിലേക്ക് ഒരു കുറച്ച് ഫണ്ട് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ അവിടുത്തെ അക്കൗണ്ടൻ്റ് ആകുമ്പോൾ നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്ത് വെക്കും അല്ലേ? അതായത് ജയലക്ഷ്മി കൊണ്ടുവന്ന ക്യാപിറ്റൽ, അങ്ങനെയല്ലേ മെൻഷൻ ചെയ്യുന്നത്? അപ്പോൾ ക്യാഷ് അക്കൗണ്ടും ജയലക്ഷ്മി അക്കൗണ്ടൊന്നും അല്ലേ മെൻഷൻ ചെയ്യുന്നത്? നിങ്ങൾ അക്കൗണ്ട്സ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പം ബിസിനസ്സിനെ സംബന്ധിച്ച് ക്യാഷ് വന്നു, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ജയലക്ഷ്മി നിങ്ങളെ സംബന്ധിച്ച് റിസീവർ ആണോ, നിങ്ങളുടെ ഗിവർ ആണോ? നിങ്ങൾക്ക് തന്ന ആളാണോ, നിങ്ങൾ പൈസ കൊടുത്ത ആളാണോ ജയലക്ഷ്മി? റിസീവർ ആണ് അല്ലേ? നമ്മൾ ഇങ്ങോട്ട് വാങ്ങല്ലേ, ബിസിനസ് അല്ലേ നമ്മൾ. നിങ്ങൾ ബിസിനസ് ആണ്, പേര് ജയലക്ഷ്മി എന്നാണ്. ജയലക്ഷ്മി അവിടെ റിസീവർ ആണോ ഗിവർ ആണോ? അല്ലേ? നിങ്ങളുടെ ഗിവർ അല്ലേ? നിങ്ങൾക്ക് പൈസ തന്ന ആളല്ലേ ജയലക്ഷ്മി അല്ലേ? അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂളില് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ് അല്ലേ? അപ്പൊ ക്രെഡിറ്റ് ദ ഗിവർ വരുമ്പോ ജയലക്ഷ്മി അവിടെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യുക. ക്ലിയർ ആയോ മക്കളെ? ഒന്നുകൂടെ ഞാൻ ഈ ജയലക്ഷ്മിക്ക് ഇതേ സിറ്റുവേഷൻ തന്നെ ജയലക്ഷ്മിക്ക് നിങ്ങൾ തിരിച്ച് ഫണ്ട് റീഫണ്ട് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോ ജയലക്ഷ്മി ആരായി അവിടെ? റിസീവറായി. അപ്പൊ എന്നെ തിരിച്ച് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. മനസ്സിലായോ? അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് വേണം എപ്പോഴും ചിന്തിക്കാൻ. അപ്പൊ ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ ക്യാഷ് തന്നു. ആരാ ക്യാഷ് തന്നത്? ജയലക്ഷ്മി തന്നു. ക്യാഷ് വന്നതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ജയലക്ഷ്മിയാണ് അവിടുത്തെ ഗിവർ, നിങ്ങൾക്ക് തന്ന ആളാണ് ജയലക്ഷ്മി, സോ അവരെ ക്രെഡിറ്റ് ചെയ്തു അല്ലേ? ക്ലിയർ ആണോ? അപ്പം എൻട്രി വരുമ്പോൾ എങ്ങനെ വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ പറഞ്ഞു തരാം, നോ പ്രോബ്ലം. ചാൾസേ, അഭിജിത്തെ, നിങ്ങളൊക്കെ കൊമേഴ്സ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാതുണ്ടോ മക്കളെ? മറ്റേ നമ്മുടെ ഗോകുല എവിടെ? ഗോകുലേ, കള്ളം പറയരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൗതം മ്യൂട്ട് ചെയ്തോ? അല്ല സോറി, ഗോകുല് മ്യൂട്ട് ചെയ്തോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറഞ്ഞുതരാം. ഒരു മോശം, അയ്യോ അവരെന്ത് വിചാരിക്കും, എല്ലാവർക്കും മനസ്സിലായി. ആ പറഞ്ഞോ. ഹലോ, പറഞ്ഞോ. ആരാണ്? ചാൾസ് ആണോ? ഹലോ, കേൾക്കാൻ വയ്യേ? ഓക്കെ,
ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലാവാതുണ്ടോ? മനസ്സിലായി മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് വൺ നോക്കിക്കോ. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് അല്ലേ? ഇവിടെ വരുന്ന 2 അക്കൗണ്ടുകൾ ഏതൊക്കെയായിരിക്കും? നമ്മുടെ ഞാൻ ചോദിക്കുന്നവർ പറ കേട്ടോ. നമ്മുടെ എന്ത് അർജുനെ, ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് ഇവിടെ വരുന്ന 2 അക്കൗണ്ടുകൾ ഏതൊക്കെയായിരിക്കും? ക്യാഷും ബാങ്കും. ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? ആ ഒരു ട്രാൻസാക്ഷനകത്ത് വരുന്ന 2 അക്കൗണ്ടുകൾ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ആണല്ലോ. ക്ലിയർ ആണല്ലോ? അതെ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും രണ്ടും എന്താണ്? ക്യാഷ് ആണോ? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ആണ്. ബാങ്കിലുള്ള പൈസ എന്ന് പറയുന്നത് അസറ്റ് അല്ലേ? ക്യാഷും ബാങ്കും അസറ്റ് അല്ലേ? അപ്പൊ രണ്ടിനും റിയൽ അക്കൗണ്ടിന്റെ റൂൾ എടുത്താൽ മതിയല്ലോ. ആണല്ലോ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കേ, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ഇവിടെ ഏത് അസറ്റ് കുറഞ്ഞു ഏത് അസറ്റ് കൂടി? ബാങ്ക് അക്കൗണ്ട് ക്യാഷ്. കാരണം വാട്ട് കംസ് ഇൻ ഡെബിറ്റ് ചെയ്യുക, ഗോസ് ഔട്ട് ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ ഏത് അസറ്റ് കൂടി ഏത് അസറ്റ് കുറഞ്ഞു? ബാങ്കിലെ പൈസ കൂടി, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു അല്ലെ? ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് കുറഞ്ഞു, ക്യാഷ് അറ്റ് ബാങ്ക് കൂടി അല്ലെ? അപ്പൊ കൂടിയ അസറ്റ് ബാങ്ക് ആണ്, കുറഞ്ഞ അസറ്റ് ക്യാഷ് ആണ്. എന്തിനെ ഡെബിറ്റ് ചെയ്യും, എന്തിനെ ക്രെഡിറ്റ് ചെയ്യും? ബാങ്കിനെ ഡെബിറ്റ് ചെയ്യും, ബാങ്കിനെ ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. അതെ, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. ഇനി നിങ്ങൾ ഇത് റിയൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്താതെ തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് മോഡേൺ റൂൾ വെച്ചിട്ടാണ് അല്ലെ? അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക എന്നുള്ള മീനിങ്ങിലല്ലേ നമ്മളിപ്പോ സംസാരിച്ചത്? അതെ. അപ്പൊ മോഡേൺ റൂള് വെച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. മോഡേൺ റൂൾ എന്ന് പറയുമ്പോൾ ലൈബിലിറ്റി ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ എന്ന ലൈബിലിറ്റി കൂടുകയല്ലേ? അവിടെ ബിസിനസ്സിന് പൈസ കൊണ്ട് തന്നു, ഞാൻ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ട് തന്നപ്പം ബിസിനസ്സിന് അധികം ഒരു ബാധ്യതയായത് അല്ലേ? അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്ന ലൈബിലിറ്റി കൂടി, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഈ സിറ്റുവേഷനിൽ അസറ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ബാങ്ക് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. അസറ്റ് കുറയുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? ആയി. ആർക്കെങ്കിലും? അഭിജിത്തെ, അഭിനന്ദെ, അഞ്ജന, അന്ന, ആൻസൺ, ഒന്നുകൂടെ പറഞ്ഞുതരൂ. അഭിനന്ദ്. ഓക്കെ. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്നല്ലേ? ചാൾസേ പറഞ്ഞോ. റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കും നെറ്റ് ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഗൂഗിൾ മീറ്റിലാണ് ചെയ്യുന്നത്. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അയച്ചുതരാം. ഇതെന്താണെന്നറിയോ? ഇതിനകത്തൊക്കെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, ഗൂഗിൾ മീറ്റിനുള്ള പ്രശ്നമാണ്. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ അത് മിനിമൈസ് ചെയ്യുമ്പോഴത്തേന് ഷെയറിങ് സ്റ്റോപ്പ് ആവും, സോറി റെക്കോർഡ് സ്റ്റോപ്പ് ആവും. അപ്പോൾ എനിക്ക് ആ സ്ക്രീൻ മിനിമൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ആ സ്ക്രീൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അതൊക്കെയാണ് പ്രശ്നം. എന്തായാലും നോക്കാം. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ നോക്കിക്കോ, ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ബിസിനസ്സിലുണ്ടായിരുന്ന ക്യാഷ് ഇൻ ഹാൻഡ് കൊണ്ടുവന്നിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പം ഇതെന്ത് കേൾക്കുന്നുണ്ടല്ലോ? കൊണ്ടുവന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷനകത്ത് വരുന്ന 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ക്യാഷും ബാങ്കും. ക്യാഷും ബാങ്കും ആണ് അല്ലെ? ഇതിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നതും അസറ്റ് ആണ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നതും അസറ്റ് ആണ്. ഇതിൽ ഏത് അസറ്റ് കൂടി ഏത് അസറ്റ് കുറഞ്ഞു? ബാങ്ക് കൂടി, ക്യാഷ് കുറഞ്ഞു. അപ്പൊ കൂടിയ അസറ്റിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇത്രയും ചിന്തിച്ചാൽ മതി. അസറ്റ് കൂടുമ്പോൾ എടുത്ത് മുകളിൽ വെക്കുക. കൂടുമ്പം മുകളിലല്ലേ നിൽക്കുന്നത്? അപ്പോൾ കൂടിയത് കൊണ്ട് അതിനെ മുകളിലിടുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. ക്ലിയർ.
ഇനി ആർക്കെങ്കിലും ഗോകുലെ, ധന്യ, ഹാഷിം, മരിയ, മേരി മാർട്ടിൻ, ഷിൻഡോ, വിഘ്നേഷ്, ആർക്കെങ്കിലും ക്ലിയർ ആണോ? ക്ലിയറാണ് ടീച്ചർ. ആ ശരി ശരി. അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞായിരുന്നോ? മ്യൂട്ട് ചെയ്തു എല്ലാരും. അടുത്ത ഒരെണ്ണം കൂടി ഞാൻ പറഞ്ഞായിരുന്നോ? നമുക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾ തന്നെ നോക്ക്. CDEFG 3, 4, 5 എണ്ണം വേഗം ഒന്ന് ജേർണലൈസ് ചെയ്യും. ഒരു 5 minutes. ഇപ്പൊ 11:15 ആയില്ലേ, ഒരു 11:20 ആവുമ്പോൾ നിങ്ങൾ ഫിനിഷ് ചെയ്യാമോ? അപ്പോഴത്തേനും ഞാനൊന്ന് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരട്ടെ, എനിക്ക് ചുമ വരുന്നുണ്ട്. വേഗം ചെയ്തിട്ട് റെഡി ആയിട്ടിരിക്കേ. ഇപ്പോൾ വരാം. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. തെറ്റിക്കോട്ടെ, സാരമില്ല. നിങ്ങൾ ജേർണലൈസ് ചെയ്താൽ മതി, ശ്രമിച്ചാൽ മതി അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ. ഇപ്പം ഗ്രൂപ്പിൽ ഇട്ടതിനകത്ത് എയും ബിയും നമ്മൾ പറഞ്ഞു, ഡിസ്കസ് ചെയ്തു. CDEFG വരെ ജേർണലൈസ് ചെയ്യുക. ഓക്കെ. എഴുതണത്
കഴിഞ്ഞോ? മാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആണോ? എല്ലാവരും ആരെങ്കിലും ഫിനിഷ് ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്റ്റോപ്പ് ചെയ്തേക്ക്. നമ്മൾ പറയുന്ന ക്ലാസ്സിൽ ഇനി ഡിസ്കസ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇപ്പം എഴുതാൻ നിൽക്കണ്ട, കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് ബാക്കി പിന്നെ നോക്കാം. നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ പറയുന്ന ഓരോരുത്തർ പറയണം കേട്ടോ. ജേർണലൈസേഷൻ. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്. മരിയ കുര്യാക്കോസ്. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്. അക്കൗണ്ടുകൾ പറയുക, എങ്ങനെയാണ് അതിന് ഡെബിറ്റും ക്രെഡിറ്റും വന്നതെന്നുകൂടെ പറയുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്കൂടെ മനസ്സിലാവുമല്ലോ. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്. പർച്ചേസ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക് ഗുഡ്സ് ആയതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ആണ് വന്നത്. പിന്നെന്താ, ബൈ ചെക്ക് ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് അല്ലേ? ഓക്കെ. ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അപ്പം നമ്മുടെ ബാങ്കിലുള്ള ക്യാഷ് കുറയുമല്ലേ ചെയ്തേ? അതെ. അപ്പം ബാങ്കിന് ഡെബിറ്റ്. ഓക്കെ. ബാങ്കിലുള്ള ക്യാഷ് കുറഞ്ഞു. ബാങ്കിലുള്ള ക്യാഷ് കുറഞ്ഞതുകൊണ്ട് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു. പിന്നെ പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അതിനെ എക്സ്പെൻസ് കൂടി, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇപ്പം ജേർണലൈസേഷൻ വരുന്നത് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ചെക്കെന്നൊന്നും വരത്തില്ലേ? ഓക്കെ. ക്ലിയർ ആണോ എല്ലാവർക്കും? മാർക്ക് ചെയ്യലും അതൊന്നുകൂടെ പറയണോ? ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ്, വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഗോകുലെ, വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് ആണ്. അതെ, കറക്റ്റ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്യാതൊന്ന്. അത് ക്യാഷ് ബാങ്കിൽ നിന്ന് നമ്മൾ ക്യാഷ് എടുത്താണ്. അതെ. ബാങ്ക് ക്രെഡിറ്റ് ചെയ്യാം, ക്യാഷ് ഡെബിറ്റ് ചെയ്യാം. ബാങ്ക് കുറഞ്ഞു അല്ലേ? അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് ഇൻ ഹാൻഡ് കൂടിയതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഇനി അടുത്തത് ആരാ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ശിവ. ആരാ പറയുന്നത്? നമ്മുടെ സച്ചിൻ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ശിവ. പർച്ചേസ് അക്കൗണ്ടും ശിവ അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ടും ശിവ അക്കൗണ്ടും. ഇനി ജേർണലൈസേഷൻ എങ്ങനെ വരും? അത് പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ശിവ അക്കൗണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ വന്നേ? നമ്മൾ ശിവയുടെ സാധനം വാങ്ങിയിരിക്കുന്നത്. അതെ, കടത്തിനാണ് മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടും ശിവ അക്കൗണ്ടും വരും. ശിവ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൈബിലിറ്റി ആണ് അല്ലെ? അയാൾക്ക് ഇനി പൈസ നമ്മൾ കൊടുക്കണം അല്ലെ? അപ്പൊ ലൈബിലിറ്റി ഇൻക്രീസ് ആയതുകൊണ്ട് നമ്മൾ അയാളെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലെ? ലൈബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് അല്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ശിവ എന്ന് പറയുമ്പോൾ ശിവയുടെ ഇത് കടത്തിന് സാധനം മേടിച്ചതാണ്. ശിവയ്ക്ക് ഇനി പൈസ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ശിവയ്ക്ക് പൈസ കൊടുക്കേണ്ടതുകൊണ്ട് അയാൾ നമ്മുടെ ലൈബിലിറ്റി ആണ്. സോ ആ ലൈബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ശിവ. ഗുഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല കാലിബറുള്ള കുട്ടികളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലാവാണ്ടും അങ്ങനെ ആയി എന്ന് പറയരുത് കേട്ടോ. ആവുന്നുണ്ട്, ക്ലിയർ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് ജേർണലൈസേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ ആം പ്രൗഡ് ടു ബി എ ഫാക്കൽറ്റി. ഓക്കെ. ക്യാഷ് സെയിൽസ് ആരാ പറയുന്നേ? പെൺകുട്ടികൾ ആരെങ്കിലും പറഞ്ഞോ? മേരി മാർട്ടിൻ പറഞ്ഞോ. ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും. രണ്ട് അക്കൗണ്ടുകൾ ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും ആണ്. ഓക്കെ. ജേർണലൈസ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് എന്ന് വരും. എങ്ങനെയാണ് അത് വരുന്നത്?
നമ്മൾ സാധനം വെച്ചപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടി. അപ്പോൾ നമ്മൾ ക്യാഷ് കിട്ടിയതിനെ അസെറ്റ് ചെയ്യും. അസെറ്റ് കൂടുമ്പം നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഗുഡ്സ് കയ്യിൽ നിന്ന് പോയി അപ്പം അത് ക്രെഡിറ്റ് ചെയ്യും. ഗുഡ്സ് കയ്യിൽ നിന്ന് പോയത് കൊണ്ടല്ല അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇൻകം വന്ന യെസ്, ക്യാഷ് സെയിൽസ് ഇൻകം വന്ന ക്രെഡിറ്റ് ചെയ്യുന്നു. യെസ്, ക്യാഷ് സെയിൽസ് ആണല്ലേ. കേക്കാവോ? ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ സാധനങ്ങൾ വിറ്റു, ക്യാഷിനാണ് വിറ്റത്. അപ്പം സെയിൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നു? നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നില്ലേ, അസറ്റ് വന്നു അല്ലേ? അപ്പം അസറ്റ് വരുമ്പോൾ അതിനെ എന്ത് ചെയ്യണം? മക്കളെ? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കൂടി, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി സെയിൽസ് എന്ന് പറയുന്നത്, സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? അസറ്റ് ആണോ, ലൈബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ? ഇൻകം. ബിസിനസ്സിനെ സംബന്ധിച്ച് സെയില് അല്ലേ? സെയിൽ എന്ന് പറയുമ്പോൾ വിൽക്കുക, സാധനം വിൽക്കുക എന്ന് പറയുന്ന ഒരു വരുമാനമല്ലേ, ഇൻകം അല്ലേ? ഇൻകത്തിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ലൈബിലിറ്റി ഇൻകം ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് അല്ലേ? അപ്പോൾ സെയിൽസ് ഒരു ഇൻകം ആണ്, ഇൻകം ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. LIC നമ്മൾ പഠിച്ചില്ലേ? ആ പറഞ്ഞോ. അതിവിടെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് വന്നു, അതുകൊണ്ട് അതിനെ ഡെബിറ്റ്. സെയിൽസ് ഇൻകം ആണ്, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. ക്ലിയർ ആണല്ലോ? ഈ അടുത്തതാരാ പറയുന്നത്? സോൾഡ് ഗുഡ്സ് ടു ദാമോദരൻ. ആര് പറയും? ഹാഷിമേ പറഞ്ഞ മോനെ. സോൾഡ് ഗുഡ്സ് ടു ദാമോദരൻ. സെയിൽസ് അക്കൗണ്ട് ദാമോദരൻ അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ടും വരും, ദാമോദരൻ അക്കൗണ്ടും വരും. ജേർണലൈസേഷൻ എങ്ങനെ വരും? സെയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻകം ആണ്. അതെ. അപ്പൊ അതിനെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അല്ല, ക്രെഡിറ്റ് ചെയ്യണം. ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യും അല്ലേ? അപ്പൊ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദാമോദരനെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പൊ ദാമോദരൻ അക്കൗണ്ട് ടു ഗുഡ്. ശരി, നല്ല കുട്ടികൾ. അപ്പം ഞാനേ ബാക്കി ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഇത് 2 അക്കൗണ്ടുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് തന്നിട്ടുള്ള അസൈൻമെൻ്റ് ആണ്. പക്ഷെ ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. അതിൻ്റെയൊക്കെ ജേർണലൈസേഷൻ ചെയ്യുക. ജേർണലൈസേഷൻ ചെയ്തിട്ട് എനിക്ക് തിരിച്ചയച്ചു തരിക. നാളത്തെ ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നോബിൾ സാറിൻ്റെ ക്ലാസ് ഉണ്ടാവും. 1 hour ആണ്, 12:30 വരെ സൂമിലാണ്. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് റെക്കോർഡായിട്ടുണ്ടെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് അയച്ചു തരാം. അപ്പോൾ നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു, ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റാ? ആരണ്ട ഗുഡ് നൈറ്റ് പറഞ്ഞേ? ഞാനാ. എനിക്കറിയാം ഇതുപോലുള്ള വെള്ളിത്തരമൊക്കെ നീ പറയത്തുള്ളൂന്ന്. ഇത് ചെയ്യാനാ. ശരി, ഇപ്പൊ തന്നെ ഉണ്ട് ക്ലാസ് കേട്ടോ. എങ്ങും പോവരുത്, അവിടെ തന്നെ ഇരിക്കേ. അയ്യോ മതി എന്റെ പൊന്നോ. ശരി, തുറന്നോറാ. ശരി. എടാ മറ്റേ റെക്കോർഡിൻ്റെ അവിടെ അഞ്ജന മോളെ, ഇവിടെ ഈ സാധനം ഞാൻ മിനിമൈസ് ചെയ്തപ്പോൾ പോയടി. സ്ക്രീൻ മിനിമൈസ് ചെയ്ത്
അതായത് പിന്നെ ഞങ്ങൾ എന്ത് വേണം, സ്ക്രീന് ഷെയർ സ്ക്രീൻ കൊടുത്തിട്ട് അത് മിനിമൈസ് ചെയ്തപ്പോൾ സ്റ്റോപ്പ് റെക്കോർഡിങ് കാണിച്ച്. വലിയ ബുദ്ധിമുട്ടാ. എവിടെയോ റണ്ണിങ് ആന്ന് പറയുന്നുണ്ടല്ലോ, നോക്കി എവിടെയെങ്കിലും ഉണ്ടാവും. അതെടുത്തേ ഇത് റെക്കോർഡിങ്ങിന്റെ അല്ലേ വന്നേ? എന്തേലും കുന്ത ഒന്ന് റെഡി ആവോ? അത് റിമൈൻഡ് ലെറ്റർ കൊടുക്കും. ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ക്ലാസ് കഴിഞ്ഞു. ഇന്നത്തെ ഡേറ്റ് ഇന്ന് 28. പിള്ളേർക്ക് 5 മിനിറ്റ് റെസ്റ്റ് കൊടുക്കടാ. ഞാൻ 5 മിനിറ്റ് കൊടുത്തോളൂ, 11:45 വെച്ചേക്കുന്നത്.